സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. തിങ്കളാഴ്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് BR ജേക്കബ് എന്നെ വിളിച്ചു രാവിലെ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടിയന്തരമായ കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു. അതനുസരിച്ച് 1 മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സിനോടും, എല്ലാ അഫിലിയേറ്റ്സും എന്ന് പറഞ്ഞാൽ 7 അഫിലിയേറ്റ്സ് ആണ്. ആ 7 അഫിലിയേറ്റ്സ് 3 മെമ്പർമാർ വെച്ച് 21 പേരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് 3 മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേർന്നതിന് ശക്തമായ നടപടി. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കെന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടി എടുക്കും. അതിനകത്തുനിന്ന് ഇയാള് എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക തീരുമാനം കമ്മിറ്റിയിലെടുക്കും. അങ്ങനെ ഞങ്ങൾ ശുദ്ധീകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പൊതുസമൂഹത്തിന് ഉറപ്പ് നൽകുന്നതാണ്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും ഉണ്ട്. അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി, ഈ ഒരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല, അതിനപ്പുറത്തേക്ക് സമൂലമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നടപടികൾ ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WCC കൊടുത്ത പരാതി പ്രകാരം ഹൈക്കോടതി വനിതാ കമ്മീഷനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വനിതാ കമ്മീഷൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ P സതീദേവി കേരള ഫിലിം ചേംബറിൽ വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിങ്ങുകൾ വിളിച്ചു. അങ്ങനെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ ഇതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഏജൻസിയായി, നോഡൽ ഏജൻസിയായിട്ട് ഏൽപ്പിച്ചു. ഞങ്ങൾ വളരെ ഭംഗിയായി, നിങ്ങൾ ഓർക്കണം, 2022 മുതൽ ഞങ്ങൾ ഈ അടുത്ത കഴിഞ്ഞ മാസം സർക്കാരിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വസുകി IAS അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഞങ്ങൾ ആ മിനിറ്റ്സിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എല്ലാ സിനിമാ ലൊക്കേഷനിലും IC ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി. അതിനുശേഷം 650 സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങി, അല്ലെ, പ്രൊഡക്ഷൻ ഉണ്ടായി. അതിൽ എത്ര പരാതി ഉണ്ടായി? മാക്സിമം നിങ്ങൾക്കറിയാലോ, ഒരു ലൊക്കേഷനിൽ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. കാരണം ഒരു സിനിമ ഒരേ സമയം 30 സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ പോലും 60-50 ലൊക്കേഷൻ ചേഞ്ച് വരും. അപ്പം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ റാണിയും അതുപോലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരും വളരെ കഷ്ടപ്പെട്ട്, നിങ്ങൾക്കറിയാമോ, ഇത് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഫ്ലെക്സ് അവിടെ പ്രദർശിപ്പിക്കണം. ഒരു ലൊക്കേഷൻ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഫ്ലെക്സ് പ്രദർശിപ്പിക്കണം. ഇവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. G നന്ദിയാട്ടന്റെ പ്രതികരണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും ഇത്തരം വിഷയങ്ങളിൽ പ്രതികളാകുന്നവരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഇനി പ്രോജക്റ്റുകളിൽ കൂട്ടുകയില്ല, അതിൽ നിന്ന് വിലക്ക് തന്നെ ഏർപ്പെടുത്തും, അതിനുള്ള ഇനിഷ്യേറ്റീവുമായി മുന്നോട്ട് പോകുമെന്നാണ് സജി നന്ദിയായിട്ട് പറഞ്ഞത്. നവമി ചേരുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നേരത്തെ ഷൈൻ ടോം ചാക്കോ ഇന്നലെ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടന്നപ്പോൾ ഓടി രക്ഷപ്പെട്ട ഹോട്ടലിന് മുന്നിൽ നിന്നാണ്. നവമി, വിശദാംശങ്ങൾ എന്താണ്? ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് ഹോട്ടലിലുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അപർണ, ഇന്നലെ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഡാൻസ് ഓഫ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. ഷൈൻ ടോം ചാക്കോ മറ്റൊരു പേരിൽ ഓൺലൈനാണ് റൂം ബുക്ക് ചെയ്തത്. മറ്റൊരാളുടെ പേരിലായിരുന്നു റൂം ബുക്ക് ചെയ്തത്. ഷൈൻ ടോം ചാക്കോടൊപ്പം മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. ഈ സംഘം പരിശോധനയ്ക്കായി ഇവിടെ എത്തിയതറിഞ്ഞ 3-ാം നിലയിലെ 307 നമ്പർ മുറിയിലായിരുന്നു ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നത്. ഈ പോലീസ് എത്തിയത്, ഈ സംഘം എത്തിയെന്നറിഞ്ഞ ഷൈൻ ടോം ചാക്കോ ഈ മുറി തുറന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ഈ റിസപ്ഷൻ വഴി ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ കുറിച്ചുള്ള ഒരു അന്വേഷണം, എവിടെയാണെന്നുള്ളൊരു അന്വേഷണം പോലീസ് തുടരുകയാണ്. ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഹോട്ടൽ അധികൃതരുമായി സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളടക്കം, CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഒപ്പമുണ്ടായിരുന്ന 2 പേരും ഇറങ്ങി ഓടിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ലഹരി, ഷൈൻ ടോം ചാക്കോയുടെ കൈവശം ലഹരി ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഡാൻസ് ഓഫ് സംഘം ഇവിടെ എത്തി പരിശോധനയ്ക്കായി എത്തിയത്. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഒരു സിപ്പ് കവർ ഈ റൂമിൽ നിന്ന് ലഭിച്ചു എന്നാണ് പോലീസ് സംഘം പറയുന്നത്. വിശദമായ പരിശോധന, റൂമിലടക്കം വിശദമായ പരിശോധന നടക്കുന്നുണ്ട്.
വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. എന്നാലും അമ്മ സംഘടന ഷൈൻ ടോം ചാക്കോവിനെ പുറത്താക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാലും കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് താരസംഘടന അടക്കം കടക്കുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള പരാതി ഇത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഒരു കൊക്കൈൻ കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് പല പ്രാവശ്യവും ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗത്തെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഒക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതുയിടങ്ങളിൽ ഈ ഓരോ പ്രമോഷൻ്റെ സമയത്തൊക്കെ അദ്ദേഹം വരുമ്പോൾ ഉണ്ടാകുന്ന പെരുമാറ്റം, മോശമായിട്ടുള്ള പെരുമാറ്റത്തിനൊക്കെ വലിയ രീതിയിൽ വിമർശനത്തിനിരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ ടോം ചാക്കോ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി വിൻസി അലോഷ്യസ് രംഗത്തെത്തുകയും ആദ്യം തുടക്കത്തിൽ നടന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല, പിന്നീട് ഫിലിം ചേംബറിനടക്കം നടന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയത്. എന്തായാലും ICCയിലടക്കം ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലടക്കം വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുണ്ട്. അമ്മ സംഘടന ഇന്നലെ തന്നെ വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചു. വിൻസി അലോഷ്യസ് അമ്മ സംഘടനയിൽ അംഗമല്ല എങ്കിൽ കൂടിയും നടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ പരാതി പേര് വെളിപ്പെടുത്തി പരാതി നൽകുവാണെങ്കിൽ ആ നടനെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കും. അമ്മ സംഘടനയിലുള്ള ആളാരുടെയും ഇല്ലെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോ അമ്മ സംഘടനയിലെ അംഗമാണ്. ആ ഒരു രീതിയിൽ ഷൈൻ ടോം ചാക്കോനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനാണ് അമ്മ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പോലീസിന്റെ അടക്കം പരിശോധന നടക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, ആലപ്പുഴയിലടക്കം പിടികൂടിയ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് അടക്കം ഉയർന്നു വന്നതാണ്. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുമെന്നൊരു വാർത്തകളൊക്കെ പുറത്തു വരുന്നതിനിടയിലാണ് വീണ്ടും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന തരത്തിൽ നടി പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇവിടെ ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറിയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഷൈൻ ടോം ചാക്കോയെ അന്വേഷിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ വേദാന്ത ഹോട്ടലിലെ മൂന്നാം നിലയിലെ 307 നമ്പർ മുറിയിൽ നിന്നുമാണ് ഷൈൻ ടോം ചാക്കോയും ഒപ്പമുണ്ടായിരുന്ന 2 പേരും ഇറങ്ങി ഓടിയത്. എന്തായാലും ഇവരുടെ റൂമിൽ കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടക്കുന്നുണ്ട്. ഒരു സിപ്പ് കവർ ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനയിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുമോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. ഞാൻ തിരികെ എത്താം നവമി. ഡാൻസ് ഓഫിന്റെ പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഡാനി പോൾ നമുക്ക് വിചാരിച്ചു. ഡാനി, അമ്മ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. അത് മതിയാകില്ല, ഇവരെ സിനിമകളിൽ സഹകരിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് നേരത്തെ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത്. അതാണ് ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചെയ്യാൻ പോകുന്നതെന്ന് സജി നന്ദിയായിട്ട് പറയുന്നു. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രം തീരുമാനിച്ചതുകൊണ്ട് ഇതൊക്കെ നടപ്പിലാകുന്ന സാഹചര്യമല്ല ഇപ്പോൾ മലയാള സിനിമയിൽ. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നടപടിയിലേക്കാകണം താരസംഘടന കടക്കേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ശക്തമായിട്ടുള്ള നേരത്തെ ഡാനി പറഞ്ഞ കൂടുതൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിർബന്ധിതരാകുന്നു സിനിമാ സംഘടനകൾ. ഇപ്പോഴെങ്കിലും എടുത്തേ തീരൂ, അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നു ഇപ്പോൾ, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നൊരു ചോദ്യം എല്ലാവരിലും തന്നെയുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടനെതിരെ തന്നെ ഈ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന മറ്റു ചിലർ നടന്മാർ, എല്ലാം യുവ നടന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ചില പരാതികൾ പലർക്കെതിരെയും തന്നെ വരുന്നുണ്ട്. അപർണ, നമുക്കെല്ലാം തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു വിൻസി ഈ രീതിയിലുള്ളൊരു പരാതി ഉയർത്തുമ്പോൾ തന്നെയും അപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം തെളിഞ്ഞു വരുന്നൊരു മുഖവും വരുന്നൊരു പേരും എല്ലാം ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം പൊതുവിൽ ഇവരെല്ലാം ഈ രീതിയിലുള്ളൊരു മുഖങ്ങളായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിൻസി ഔദ്യോഗികമായിട്ട് തന്നെ പരാതി നൽകുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു